ഹലോ, ഞാൻ സ്വാതി കൃഷ്ണ. വിജയകരമായ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനോ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ പേര്. വളരെ സിമ്പിളാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്നാണത്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ശ്രദ്ധിക്കുവാനുണ്ട്. ഏറ്റവും ഒന്നാമതായി ട്രേഡ് മാർക്ക്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പേര് യുണീക്ക് ആണെന്ന് ഉറപ്പുവരുത്തുവാനും അതൊരു വ്യക്തിയോ ഒരു കമ്പനിയോ ട്രേഡ് മാർക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുവാനും നമ്മൾ ശ്രദ്ധിക്കണം. അതിനായി ട്രേഡ് മാർക്ക് അറ്റോർണിയെ കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഓഫീസിന്റെ വെബ്സൈറ്റിൽ കയറി നമ്മളത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുകയോ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി ഡൊമെയിൻ നെയിം അവൈലബിലിറ്റി. അതായത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പേരിൽ ഏതെങ്കിലും വെബ്സൈറ്റുകൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനായി ഗോഡാഡി പോലുള്ള വെബ്സൈറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന പേരിൽ വെബ്സൈറ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയോ എക്സ്റ്റൻഷൻസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യാം. മൂന്നാമതായി കമ്പനി ഓർ LLP നെയിം അവൈലബിലിറ്റി. നമ്മൾ വിചാരിക്കുന്ന പേരിൽ ഏതെങ്കിലും കമ്പനിയോ LLPയോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ഇതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ബ്രാൻഡ് നെയിം പറയുവാനും ഓർത്തിരിക്കുവാനും എളുപ്പമുള്ളതായിരിക്കണം. നമ്മളുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ബ്രാൻഡ് നെയിമുമായി റിലേറ്റ് ചെയ്യാൻ പറ്റണം. മൂന്നാമതായി ഇന്ത്യയിൽ പല ഭാഷകളിൽ സംസാരിക്കുന്നതിനാൽ നമ്മളുടെ ബ്രാൻഡ് നെയിമിന് മറ്റ് തെറ്റായ അർത്ഥങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു പേര് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായ ഒരു കാര്യമല്ല എന്ന്. ഭാവിയിലെ സങ്കീർണതകൾ ഒഴിവാക്കുവാനും നിങ്ങളുടെ ബിസിനസ് സുഗമമായി മുമ്പോട്ട് പോകുവാനും ബ്രാൻഡ് നെയിമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.